നമസ്കാരം. ഞങ്ങളുടെ നാടിൻ്റെ ഒരു വിശേഷമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഞങ്ങളുടെ നാട് ചേർത്തലയ്ക്കടുത്ത് പൂച്ചാക്കൽ, പാണാവള്ളി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. പാണാവള്ളിക്ക് സമീപമുള്ള പ്രദേശമാണ് പെരുമ്പളം. പെരുമ്പളം ഒരു ഒറ്റ തുരുത്തായിട്ടാണ് നാളിതുവരെ കരുതി പോന്നിരുന്നത്. കാരണം എന്തെന്നാൽ ആ പെരുമ്പളത്തിൻ്റെ ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് കരയുമായി, പെരുമ്പളം ദ്വീപെന്ന് കേട്ടിട്ടില്ലേ, ആ ദ്വീപിലുള്ള ആൾക്കാർക്ക് കരയുമായി ബന്ധിപ്പിക്കാനായിട്ട് വലിയ പ്രയാസമായിരുന്നു. കാരണം എന്തെന്നാൽ പെരുമ്പളവും പാണാവള്ളിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ പരിണിത ഫലമായിട്ട് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് വിവരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം ഈ നാട്ടുകാരെ സംബന്ധിച്ച്, പെരുമ്പളം ദ്വീപ് നിവാസികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ പെരുമ്പളം ഒരു ഒറ്റപ്പെട്ട തുരുത്താണ് എന്നത് തന്നെയായിരുന്നു. ഇന്നലെ വരെ അസുഖം വന്നാൽ ആശുപത്രിയിലെത്താൻ വൈകുന്ന ആകുലതകൾ, സമയത്തിന് ജോലിക്ക് പോകാൻ കഴിയാത്ത വേവലാതികൾ, ഒരു വിവാഹാലോചന പുറത്തുനിന്ന് വന്നാലോ അതിന് പോലും അക്കരെ അല്ലെങ്കിൽ ദൂരം ഒരു വില്ലനായി നിന്നിരുന്ന നിമിഷങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും കാത്തിരിപ്പുകൾക്കും അവഗണനകളും അതെല്ലാം ഇപ്പോഴതിന് പരിഹാരം, അതിനൊരു അറുതി വരികയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ മഹാനടനായ മമ്മൂട്ടി അതിനെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഉദ്ഘാടന അവിടുത്തെ പെരുമ്പളത്തെയും പാണാവള്ളിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ കായലിന് നടുവിലൂടെ, പെരുമ്പളം ദ്വീപിൻ്റെ കായലിന് നടുവിലൂടെ പാണാവള്ളിയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഇന്ന് സ്വപ്നം തുല്യമായി പൂവണിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ സ്വന്തം നാട് ചെമ്പ് എന്ന പ്രദേശമാണെന്ന് നിങ്ങൾക്കറിയാലോ. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ നാട് ചെമ്പിൻ്റെ അക്കരയായിരുന്നു, അരൂക്കുറ്റിയും വടുതലയും പെരുമ്പളവുമൊക്കെ, ഇപ്പോൾ അവയെല്ലാം ഒരു നാടായി. അപ്പോൾ ഇതാണ് രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ കൈകോർത്തപ്പോഴുണ്ടായ മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ് യഥാർത്ഥ വികസനം എന്നാണ് വിശ്വസിക്കുന്നത്. ആ പാലത്തിൻ്റെ ആർച്ചുകളിലെ നിറങ്ങൾ പോലെ ഇനി പെരുമ്പളത്തുകാരുടെ ജീവിതത്തിലും മഴവിൽ അഴക് വിരിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. അപ്പോൾ കെട്ടിനിന്ന ജീവിതം ഇനി ഒഴുകി തുടങ്ങും. പുതിയ വേഗത്തിൽ പുതിയ നിറങ്ങളോട് തന്നെ ഓടിത്തുടങ്ങും എന്നുള്ള, അല്ലെങ്കിൽ പൂവണിഞ്ഞു തുടങ്ങും. രണ്ട് കരകൾ കൈകോർക്കുമ്പോൾ മാറുന്നത് സത്യം പറഞ്ഞാൽ അത് ദൂരമല്ല, മറിച്ച് എന്താണ്, ഒരു ജനതയുടെ ജീവിതമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നോക്കിക്കേ, ആ പാലത്തിൻ്റെ ആ ഒരു ഇതിലേക്കൊന്ന് നമുക്ക് പോകാം. അതായത് സത്യം പറഞ്ഞാൽ ഇന്ന് ഏറ്റവും വലിയ പാലം എന്ന രീതിയിൽ, കാര്യം കായലിന് നടുവിലൂടെ നിർമ്മിക്കപ്പെട്ട, നമ്മൾ കണ്ടിട്ടുണ്ട് പാമ്പൻ പാലം, അതുപോലെ പേരെടുക്കുന്ന ഒരു പാലമായിട്ട് പെരുമ്പളം നിവാസികളെയും ഞങ്ങൾ പ്രദേശത്തുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ പെരുമ്പളം പാലം ഏറ്റവും വലിയൊരു കാഴ്ചയായി മാറുന്ന ഒരു മഹാസംഭവമായിട്ട് ഇന്നിപ്പോഴും മാറിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെയായിരുന്നു അക്കരെയുള്ളവർക്ക് ഇക്കരയിലേക്ക് വരുന്നതിന് പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് മാറുന്നത് ദൂരമല്ല, ഒരു ജനതയുടെ ജീവിതം. അദ്ദേഹം പറയുന്നത് പെരുമ്പളവും ഒരു ഒറ്റപ്പെട്ട ദുരിതായിരുന്നു. അസുഖം വന്നാൽ ആശുപത്രിയിൽ എത്താൻ വൈകുന്ന ആകുലതകൾ, സമയത്തിന് ജോലിക്ക് പോകാൻ മമ്മൂട്ടിയുടെ വാക്കുകളാണിത്. ഒരു വിവാഹാലോചന വന്നാൽ പോലും അക്കരെ എന്ന ദൂരം വില്ലനായ നിമിഷങ്ങൾ. ആ കാത്തിരിപ്പുകൾക്കും അവഗണനകൾക്കും ഇപ്പോൾ അറുതിയാവുകയാണ്. എന്തായാലും പെരുമ്പളത്തുകാരോടൊപ്പം ഏറ്റവും കൂടുതൽ അടുത്ത പ്രദേശത്തുള്ള ഞാനും ഒത്തിരി സന്തോഷിക്കുകയാണ് ഈ ഒരു പാലം സഫലമായതിൽ. സാധാരണക്കാരുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തുവാൻ ഈ പാലം ഒരുപാട് സഹായിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കണ്ടോ, ആർച്ചുകളിലെ നിറങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതത്തിന് നിറം വയ്ക്കട്ടെ എന്ന ആശംസകളോടൊപ്പം ഞാനും കൂടുകയാണ്. ഓക്കേ, പുത്തൻ നിറങ്ങളോടെ പുതിയ വേഗത്തിൽ ജനജീവിതം എന്താ പറയുക സഫലമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.